ഈ ഒരു റീഡിങ്ങിന്റെ സ്പ്രെഡ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നാളെ ഒരു സ്വപ്നം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു പേഴ്സണെ അങ്ങനെ ഒരു വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമാജിനറി വേൾഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വേൾഡ് കംപ്ലീറ്റ്ലി പൊളിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 7 ഓഫ് കപ്സ് റിവേഴ്സിൽ നിന്നും പറയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നിരാശയുടെ കാർഡല്ല. നിങ്ങൾക്കിപ്പോൾ കുറെ കൂടെ എന്താ നിങ്ങൾ ഉണർന്ന് അല്ലെങ്കിൽ നിങ്ങൾ കുറെ കൂടെ നിങ്ങൾ കാര്യങ്ങൾ വേറൊരു ആംഗിളിൽ ചിന്തിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആളുകളെ ശരിക്കും പറഞ്ഞാൽ പഴയ പോലെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അവർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയാണ് നിങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ എനർജി അതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സത്യം മാത്രം മതി എന്ന ആ ഒരു രീതിയിലോട്ട്, അതായത് ആൾക്കാരുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള അതിൽ നിന്ന് മാറി നിങ്ങളൊരു സോൾ ലെവലിലോട്ടാണ് നിങ്ങളിപ്പോൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു തരത്തിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ സത്യം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സത്യം എന്ന് പറയുന്ന സാധനം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതാണ് നമുക്കിവിടെ 9 സോർഡ്സിൽ നിന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സെപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തും. ഞാൻ വേറെ രീതിയിൽ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി കാത്തിരുന്നെങ്കിൽ എന്നൊക്കെ പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനെ പറ്റി വരുമ്പോൾ ഓർക്കുന്നത്. ഇങ്ങനെ ഓരോ ചിന്തകളും വീണ്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റും. ഈ കാർഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭയത്തിൻ്റെ വലിയൊരു ഭാഗം ശരിക്കും സത്യമായിട്ടുള്ളൊരു കാര്യമല്ല. അത് നിങ്ങളുടെ മനസ്സ് ചുമ്മാ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് വെച്ചാൽ 3 ഓഫ് കപ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റീഡിങ്ങിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്കിവിടെ പറയാം. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനസ്സിലായോ? അപ്പോൾ ആ കരയുന്ന അവസ്ഥകളൊക്കെ മാറാൻ പോകുന്നു. അപ്പോൾ അതിനധികം ടൈം വേണ്ട. അത് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വീണ്ടും ഒരു പുതിയൊരു വെളിച്ചം വരും. അത് ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിരിക്കാം, കുടുംബത്തിൽ വേറെ ഏതെങ്കിലും ടൈപ്പിൽ ഒരു റിലേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ തേടിയെത്തുന്ന ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഈ കാർഡ് പറയുന്നത് വെച്ചാൽ നിങ്ങളിപ്പോഴും ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഓർത്ത് ചിരിക്കും. അങ്ങനത്തെ ഒരു ഓർമ്മയായി മാറും നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി തകർന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്പ്രെഡിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും ഇതൊന്നിൻ്റെയും അവസാനമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ളൊരു ടൈമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.